കടുത്ത നിയന്ത്രണങ്ങളോടുകൂടിയാണ് അയ്യപ്പ സംഗമം അനുവദിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഇടപെട്ടു, ഹൈക്കോടതി അനുവദിച്ചു. എന്തൊക്കെയാണ് ഇളവുകൾ, എന്തൊക്കെയാണ് അതിൻ്റെ നിയന്ത്രണങ്ങൾ, നമുക്ക് വിശദമായി പരിശോധിക്കാം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ആവശ്യമായ തുക അയച്ചു തരിക, കൃത്യമായ സംഭാവനകൾ നൽകണം, പരമാവധി ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. വിവിധ വിഷയങ്ങൾ ഞങ്ങൾ സമൂഹത്തിലെത്തിക്കാൻ നന്നായി പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഗുണഫലങ്ങൾ സമൂഹത്തിൽ കിട്ടിത്തുടങ്ങിയിട്ടുമുണ്ട് പല വിഷയങ്ങളിലും. എന്തായാലും അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഞങ്ങൾ ഇതിൻ്റെ 2-3 വീഡിയോസ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ വിശേഷങ്ങൾ വന്നതുകൊണ്ടാണ് വീണ്ടും വീഡിയോ ചെയ്യുന്നത്. ഹൈക്കോടതിയുടെ വളരെ കൃത്യമായ ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. സ്പോൺസർഷിപ്പിൽ വിയോജിപ്പില്ല. കാരണം സ്പോൺസർഷിപ്പ് കൂടി രൂപീകരിക്കാനാണ് ഓരോ പരിപാടികൾ നടത്തുന്നത്. 1300 കോടി രൂപയുടെ വികസനം ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതുകൊണ്ട് ഫണ്ട് കൂടി കണ്ടെത്താനാണ്, ഈ ശബരിമല വികസനത്തിനുള്ള ഫണ്ട് കൂടി കണ്ടെത്താനാണ് ഈ പരിപാടി എന്ന് പറഞ്ഞാണ് പ്രശാന്ത് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് വിദേശികളൊക്കെ ഫണ്ട് തരും എന്നുള്ള പ്രതീക്ഷയിലാണ് നടത്തുന്നത്. അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. സ്പോൺസർഷിപ്പിൽ ഹൈക്കോടതിക്ക് ഒരു പരാതിയില്ല, അത് നടക്കട്ടെ. പിരിവ് കൃത്യമായി ഓഡിറ്റ് ചെയ്യണം. ഇതുവരെ നടക്കാത്തൊരു കാര്യമാണ്. കേരള സഭ നടന്നു, പല കാര്യങ്ങളും നടന്നു. അവസാനം കണക്ക് വയ്ക്കുമ്പോൾ വിവരാവകാശ കമ്മീഷൻ വഴി അല്ല വിവരാവകാശ നിയമം വഴിയൊക്കെ ചോദിക്കുമ്പോഴും സോഹ എന്താണെന്ന് പറയാറില്ല. പക്ഷേ ഇപ്പോൾ കൃത്യമായ ഓഡിറ്റ് ചെയ്യണം. പിരിവ് കണക്ക് കോടതിക്ക് നൽകുകയും വേണം. അതാണ് ഇതിൻ്റെ ഒരു ക്രക്സ്. അതാണ്, അതായത് പിരിവ് നടത്താം, ഓഡിറ്റ് ചെയ്യണം, ആ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കണം. അടുത്ത കാര്യം, സ്പോൺസർമാർക്ക് പ്രിവിലേജ് പാടില്ല. അതൊരു വലിയ തീരുമാനമാണ്. സ്പോൺസർമാർക്ക് ദർശനത്തിനും, അത് VVIP ആണെന്ന് പറഞ്ഞ് ദർശനത്തിനോ മറ്റ് പ്രത്യേക പ്രിവിലേജ് കാർഡും ഒന്നും നൽകരുത്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ VIP-കളുടെ സുരക്ഷാ ക്രമീകരണം തീർത്ഥാടനത്തെ ബാധിക്കരുത്. എത്ര മനോഹരമായ ഉത്തരവാണെന്നറിയാമോ? ആരായിരുന്നു ജഡ്ജിമാരിട്ടെങ്കിലും വളരെ രസകരമായ ഉത്തരവാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സംഗമത്തിനുള്ള താൽക്കാലിക സ്ഥിരം നിർമ്മിതികൾ പരിസ്ഥിതി സൗഹൃദമായിരിക്കണം. ഇതൊക്കെ നല്ല ചാമ്പുള്ള വിധിയാണ് കേട്ടോ. ജനക്കൂട്ട നിയന്ത്രണം ഫലപ്രദമായിരിക്കണം. ദൈനംദിന കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകരുത്. പിന്നെ പ്ലാസ്റ്റിക് പാടില്ല. അതുപോലെ തന്നെ തീരത്തിൻ്റെ പമ്പ നദിയുടെയും പിന്നെ ശബരിമല പ്രദേശത്തിൻ്റെയൊക്കെ പിന്നെ അതിൻ്റെ തീരവും ഒക്കെ പവിത്രത കർശനമായി കാത്തുസൂക്ഷിക്കണം. പൂജകൾക്ക് ദർശനത്തിനുമായി നട തുറന്നിരിക്കുന്ന വേളകളിലാണ് അയ്യപ്പ സംഗമം. സാധാരണക്കാരായ തീർത്ഥാടകർ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ടാണ് ജഡ്ജിമാർ ഉത്തരം ഇട്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമത്തിന് 45 ദിവസം വിധേയമായിരിക്കണം. സംഗമം കഴിഞ്ഞാൽ 45 ദിവസത്തിനകത്ത് മുഴുവൻ കണക്കുകളും ശേഖരിച്ച് ശബരിമല സ്പെഷ്യൽ ഓഫീസർ കമ്മീഷണർ മുഖേന ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാ സംഗതികളും ഉണ്ടെങ്കിൽ അതൊക്കെ പിടിക്കാൻ കണക്കാക്കിയിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഹർജികൾ തീർപ്പാക്കിയ പണം ചെലവഴിക്കുന്നത് തടയാൻ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ തീർപ്പാക്കിയാണ് ജസ്റ്റിസ് രാജവിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുട്ട ദേവസ്വം ബെഞ്ചിൻ്റെ ഉത്തരവ്. അപ്പോൾ വളരെ മനോഹരമായ ഉത്തരവാണ് വന്നത്. അതനുസരിച്ച് അയ്യപ്പ സംഗമം നടക്കും. പക്ഷെ നടക്കുമ്പോൾ ഈ ഒരു കർശനമായ ഒരു നിയമം അല്ലെങ്കിൽ കർശനമായ തത്വങ്ങൾ അല്ലെങ്കിൽ ചിട്ടകൾ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു VVIPക്കും പ്രത്യേക ദർശനത്തിന് സ്കോപ്പില്ല. ക്യൂവിൽ നിൽക്കുക അല്ലെങ്കിൽ കയറി വരിക, അങ്ങനെ കഴിയുള്ളൂ. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പോകുന്നതുകൊണ്ടുള്ള VVIP സുരക്ഷകൾ അവിടെ കൂട്ടി ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ അവിടെ ട്രാഫിക് നിയന്ത്രണം ഉണ്ടാക്കരുത്. വളരെ കൃത്യമായിട്ടുള്ള നടപടികളാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെ നടന്നാൽ നന്നായിരുന്നു. കണക്കുകൾ ബോധിപ്പിക്കണമെന്ന് പറഞ്ഞത് ഒരു നല്ല ഉത്തരവായിട്ടുണ്ട്. 45 ദിവസം കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എത്ര രൂപയാണ്. കാരണം കോടതി കൊടുക്കുന്ന ഡോക്യുമെൻ്റ് പിന്നെ പബ്ലിക്കിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും മനോഹരമായ രീതിയിലാണ് ഈ ഒരു കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും അയ്യപ്പ സംഗമത്തിന് അനുമതിയുമുണ്ട്, ഉപാധികൾ.